നമസ്കാരം. സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ആ ഒരു വലിയ ലോകത്തേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. നിങ്ങൾ തന്ന ഈ കുറിപ്പുകളും മറ്റും നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് ശരിക്കും തോന്നി. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, പെരുമാറുന്നു എന്നതിലൊക്കെ ഈ സാമൂഹിക സാഹചര്യങ്ങൾക്ക് എന്തൊരു സ്വാധീനമാണല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും ഈ സാമൂഹിക മനഃശാസ്ത്രം? എവിടെ വരെയാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെടുത്ത് ലളിതമായിട്ട് എന്നാലോ കുറച്ച് ആഴത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. തീർച്ചയായും വളരെ നല്ലൊരു തുടക്കം. കാരണം നമ്മളൊക്കെ എപ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ മറ്റൊരാൾ അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ വികാരങ്ങൾ എന്താണ്, പെരുമാറ്റം എങ്ങനെ മാറുന്നു, ഇതിനെയൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള ശ്രമമാണ്. അതാണ് ഈ സാമൂഹിക മനഃശാസ്ത്രം. നിങ്ങൾ തന്നെ ഈ സോഴ്സുകളൊക്കെ നോക്കുമ്പോഴും എല്ലാം ഒരേ അടിസ്ഥാന ചോദ്യത്തിലേക്കാണ് നിൽക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ തേടുന്നത്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സാമൂഹിക മനഃശാസ്ത്രം കൃത്യമായിട്ട് എന്തിനെയൊക്കെയാണ് പഠിക്കുന്നത്? ഒരു വ്യക്തിയിൽ നിന്നും തുടങ്ങിയാലോ? കാരണം നിങ്ങളുടെ ആ ആദ്യത്തെ ബ്ലോക്കിലെ നിർവചനത്തിലും പിന്നെ ആ മനോഭാവങ്ങളെക്കുറിച്ചുള്ള ഭാഗത്തുമൊക്കെ പറയുന്നത് പോലെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, പെരുമാറ്റത്തെ ഇതിനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതെ, അത് തന്നെയാണ് ഇതിന്റെ കാതൽ. സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ കേന്ദ്രബിന്ദു എപ്പോഴും വ്യക്തിയാണ്. പക്ഷേ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല, സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തി. നമ്മുടെ ഓരോ പെരുമാറ്റത്തിനും ഓരോ ചിന്തയ്ക്കും പിന്നിലെ കാരണമെന്താണ്? ഈ സാമൂഹിക ഘടകങ്ങൾ, അതായത് മറ്റുള്ളവരുടെ സാന്നിധ്യം, അവരുടെ പ്രവൃത്തികൾ, സമൂഹത്തിലെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? നിങ്ങളുടെ ആ രണ്ടാമത്തെ ബ്ലോക്കിലെ വിഷയങ്ങൾ ഇതിന് നല്ല ഉദാഹരണമാണ്. ഉദാഹരണത്തിന് ആട്രിബ്യൂഷൻ തിയറി, അതായത് മറ്റൊരാളുടെ പെരുമാറ്റത്തിന് കാരണം നമ്മൾ എങ്ങനെ ഊഹിച്ചെടുക്കുന്നു എന്നത്. നിങ്ങളുടെ ഒരു സോഴ്സിൽ പറയുന്നത് പോലെ ഒരാൾ പരീക്ഷയിൽ തോറ്റാൽ അവൻ പഠിക്കാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പറയും. അതൊരു ഇന്റേണൽ ആട്രിബ്യൂഷൻ. ശരി, അവന്റെ കുഴപ്പം. അതെ, പക്ഷേ നമ്മളാണ് തോൽക്കുന്നതെങ്കിലോ? നമ്മൾ ചിലപ്പോൾ പറയും ചോദ്യം ഭയങ്കര പാടായിരുന്നു അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്ന്. അതൊരു എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ. ബാഹ്യമായ കാരണം. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇതൊക്കെ സാമൂഹിക മനഃശാസ്ത്രം പഠിക്കുന്നുണ്ട്. അത് കൊള്ളാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ ഒരു ചായ്വുണ്ടല്ലേ? അതുപോലെ മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു അഭിപ്രായമുണ്ടാക്കുമല്ലോ, ഇംപ്രഷൻ ഫോർമേഷൻ. അതും ഈ ഭാഗത്ത് വരുന്നതാണോ? അതെ, അതും പ്രധാനമാണ്. നമ്മൾ വളരെ പെട്ടെന്നാണ് ഒരാളെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ടാക്കുന്നത്, ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ. ഒരാളുടെ വേഷം, സംസാരം, ഭാവം, ഇതൊക്കെ വെച്ച് നമ്മൾ അറിയാതെ തന്നെ എന്തൊക്കെയോ തീരുമാനിക്കും. നിങ്ങളുടെ സോഴ്സുകളിൽ ഈ ഹേലോ ഇഫക്റ്റിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഹേലോ ഇഫക്റ്റ്. അതായത് ഒരാൾക്ക് ഒരു നല്ല ഗുണം, ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കാം, അത് കണ്ടാൽ പിന്നെ അയാൾക്ക് ബുദ്ധിയുണ്ട്, സത്യസന്ധതയുണ്ട് എന്നൊക്കെ നമ്മളങ്ങ് കരുതും. അങ്ങനെ ഒരു കണക്ഷൻ. മുൻവിധികളിലേക്കും ഇത് നമ്മളെ കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ ഉണ്ടാകുന്നു, മാറുന്നു, ഇതും ഇതിന്റെ ഭാഗമാണ്. ശരി, അപ്പോൾ വ്യക്തിയുടെ കാര്യം ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോ ഗ്രൂപ്പുകളിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുമോ? കാരണം ഗ്രൂപ്പുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ റോളുണ്ട്. ഗ്രൂപ്പുകൾ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നിങ്ങളുടെ നോട്ടുകളിൽ സോളമൻ ആഷിന്റെ ആ ഫേമസ് കൺഫോമിറ്റി പരീക്ഷണം, ആഷ് പരീക്ഷണം, അതെ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂരിപക്ഷം പേർ തെറ്റായ ഉത്തരം പറഞ്ഞപ്പോ ശരി അറിയാവുന്നവർ പോലും കൂടെ പറഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണങ്ങനെ? ആഷ് പരീക്ഷണം ഒരു ക്ലാസിക്കാണ്. അത് കാണിക്കുന്നത് ഒരു ഗ്രൂപ്പുമായി ഒത്തുപോകാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസിയാണ്, കൺഫോമിറ്റി. ഇതിന് പ്രധാനമായും 2 കാരണങ്ങൾ നിങ്ങളുടെ സോഴ്സുകൾ പറയുന്നുണ്ട്. ഒന്ന്, നോർമേറ്റീവ് ഇൻഫ്ലുവൻസ്. അതായത് ഗ്രൂപ്പിൽ ഒറ്റപ്പെടുമോ, അവരെന്തു വിചാരിക്കുമെന്നൊക്കെയുള്ള പേടി. അംഗീകാരം കിട്ടാൻ വേണ്ടി ഗ്രൂപ്പിന്റെ രീതികളും അഭിപ്രായങ്ങളും നമ്മളങ്ങ് സ്വീകരിക്കും, ഗ്രൂപ്പ് നോംസ്. രണ്ടാമത്തേത് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ്. അതെന്താണ്? അവിടെ നമുക്കൊരു കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതാണ് ശരിയെന്ന് നമ്മൾ കരുതുന്നു. അവരിൽ നിന്ന് വിവരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. ആഷിന്റെ പരീക്ഷണത്തിൽ ചിലർ തെറ്റുപറഞ്ഞത് ഒറ്റപ്പെടാതിരിക്കാനാണ്, നോർമേറ്റീവ്. മറ്റു ചിലർ കരുതിയത്
ഓ ഇത്രയും പേര് പറയുന്നുണ്ടെങ്കിൽ അതാവും ശരിയെന്നാണ്. ഇൻഫർമേഷണൽ. ഇത് ഗ്രൂപ്പ് തിങ്ക്, ഒബീഡിയൻസ് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പ് പല രീതിയിലേ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പെർസ്വേഷൻ, ഒരു ഗ്രൂപ്പ് എത്ര നന്നായി പ്രവർത്തിക്കുന്നു, ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി, ഗ്രൂപ്പുകൾ തീരുമാനമെടുക്കുന്നത് ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ ഈ ഗ്രൂപ്പുകൾ തീരുമാനമെടുക്കുന്നത് എപ്പോഴും നല്ലതാണോ, ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതിനേക്കാൾ? അതൊരു നല്ല ചോദ്യമാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, ഗ്രൂപ്പിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ വരുമെന്ന്. കാരണം കൂടുതൽ അറിവ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളൊക്കെ കിട്ടുമല്ലോ. പക്ഷെ പഠനങ്ങൾ കാണിക്കുന്നത് ഇത് എപ്പോഴും ശരിയാകണമെന്നില്ല എന്നാണ്. ഗ്രൂപ്പ് പോളറൈസേഷൻ എന്നൊരു സംഭവമുണ്ട്. ഗ്രൂപ്പ് പോളറൈസേഷൻ? അതെ. അതായത് ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് ഒരു വിഷയത്തിൽ തുടക്കത്തിലൊരു ചെറിയ ചായ്വുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചർച്ച കഴിയുമ്പോൾ ആ ചായ്വ് ഭയങ്കര സ്ട്രോങ് ആവും, എക്സ്ട്രീം ആവും. അതുപോലെ ഗ്രൂപ്പ് തിങ്ക്, അതും അപകടമാണ്. ഗ്രൂപ്പ് തിങ്ക്? ഗ്രൂപ്പിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം, എതിരഭിപ്രായം പറയരുത് എന്നൊരവസ്ഥ വരുമ്പോൾ നല്ല ഐഡിയകൾ പോലും പുറത്തുവരില്ല. ചിലപ്പോൾ വലിയ തെറ്റായ തീരുമാനങ്ങളിലെത്തും. പക്ഷെ മറുവശമുണ്ട്, വ്യക്തികൾ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്നതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നേതൃത്വം, ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഈ സമ്മർദ്ദം ചെലുത്തുന്ന തന്ത്രങ്ങൾ, പെർസ്വേഷനൊക്കെ. ശരിയാണ്. ചില നേതാക്കന്മാർക്ക് മറ്റുള്ളവരെക്കാൾ സ്വാധീനിക്കാൻ കഴിയുമല്ലോ. അതെങ്ങനെ? ഏതൊക്കെ തന്ത്രങ്ങളാണ് വിജയിക്കുന്നത്? അതൊക്കെ ഇതിൽ വരും? അതെ, അതും ഇതിന്റെ പഠനവിഷയമാണ്. അപ്പോ ഇത് ശരിക്കും വ്യക്തിയും ഗ്രൂപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാധീനമുണ്ടെന്നാണല്ലോ. ഗ്രൂപ്പ് വ്യക്തിയെ മാറ്റുന്നു, വ്യക്തി ഗ്രൂപ്പിനെയും. എന്നാൽ ഇതവിടെ തീരുന്നില്ല, അല്ലേ? നിങ്ങളുടെ ആദ്യത്തെ ബ്ലോക്കിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാമൂഹിക മനഃശാസ്ത്രം ഗ്രൂപ്പുകളെ തന്നെ ഒരു യൂണിറ്റായി കാണുന്നുണ്ടോ? അതായത് വെറും വ്യക്തികളുടെ പെരുമാറ്റമല്ല, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധം, ചിലപ്പോൾ സൗഹൃദം, ചിലപ്പോൾ ശത്രുത, ഇതൊക്കെ പഠിക്കുന്നുണ്ടോ? തീർച്ചയായും. അതൊരു മൂന്നാമത്തെ തലം എന്ന് പറയാം, ലെവൽ ഓഫ് അനാലിസിസ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പുകളെ ഒരു എൻറ്റിറ്റി ആയിട്ട് കാണുന്നു. എന്നിട്ട് അവ തമ്മിലുള്ള ഇടപെടലുകൾ, ബന്ധങ്ങളൊക്കെ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾക്കിടയിൽ മുൻവിധികൾ വരുന്നത്, വിവേചനമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഗ്രൂപ്പുകൾ തമ്മിൽ സഹകരണമുണ്ടാക്കാൻ പറ്റുക? നിങ്ങളുടെ സോഴ്സുകളിൽ ചിലപ്പോ ഷെരീഫിന്റെ ആ റോബേഴ്സ് കേവ് പരീക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. കേട്ടിട്ടുണ്ട്. ആ കുട്ടികളുടെ ക്യാമ്പിന്റെ കാര്യമല്ലേ? അതെല്ലേ. അവിടെ വിഭവങ്ങൾക്ക് വേണ്ടി മത്സരം വന്നപ്പോ ഗ്രൂപ്പുകൾ തമ്മിൽ ശത്രുതയായി. എന്നാൽ ഒരു പൊതുവായ പ്രശ്നം പരിഹരിക്കാൻ, അതായത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യത്തിന് ഒന്നിച്ചു നിൽക്കേണ്ടി വന്നപ്പോ ആ ശത്രുതയൊക്കെ കുറഞ്ഞു. ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെയും സഹകരണത്തെയും പറ്റി പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റാണ്. ഈ 3 തലങ്ങാത്ത് പുറമെ യൂറോപ്യൻ സമീപനത്തില് ഒരു 4ാമത്തെ തലത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, ആശയപരമായ തലം അഥവാ ഐഡിയോളജിക്കൽ ലെവൽ. അതെന്താണ്, കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അത് യൂറോപ്യൻ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമാണത്. ഇത് പഠിക്കുന്നത് ഒരു സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്ന വലിയ ആശയങ്ങൾ, അതായത് ഐഡിയോളജികൾ, അല്ലെങ്കിൽ സാമൂഹിക പ്രാതിനിധ്യങ്ങൾ, സോഷ്യൽ റെപ്രസെന്റേഷൻസ്, വിശ്വാസങ്ങൾ, സാംസ്കാരികമായ മൂല്യങ്ങൾ, ഇതൊക്കെ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ചിന്തകളെയും പെരുമാറ്റത്തെയും എത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതാണ്. ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന്, ഒരു സമൂഹത്തിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതോ കൂട്ടായ ലക്ഷ്യങ്ങൾക്കാണോ പ്രാധാന്യം? ഇത് അവിടുത്തെ ആളുകളുടെ സഹകരണ മനോഭാവം, മത്സരബുദ്ധി, എന്തിന് സ്വന്തം കഴിവിനെ അവരെങ്ങനെ കാണുന്നു എന്നതിനെ പോലും സ്വാധീനിക്കും. അപ്പോൾ സാമൂഹികമായ കാര്യങ്ങളെ അതിൻ്റെ ഒരു വലിയ സോഷ്യൽ, കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലത്തിൽ വെച്ച് മനസ്സിലാക്കാൻ ഈ ഒരു തലം സഹായിക്കും. ഓക്കേ. അപ്പൊ ഇത് മനഃശാസ്ത്രത്തിന്റെയോ സാമൂല്യശാസ്ത്രത്തിന്റെയോ വെറുമൊരു ബ്രാഞ്ചാണോ, അതോ ഇതിന് സ്വന്തമായിട്ടൊരു സ്ഥാനമുണ്ടോ? കാരണം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും എല്ലാം ഇതിൽ വരുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ളൊരു അതിർവരമ്പ്? അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. സാമൂഹ്യശാസ്ത്രം, അതായത് സോഷ്യോളജി, പിന്നെ മനഃശാസ്ത്രം, സൈക്കോളജി, ഇത് രണ്ടും സോഷ്യൽ സൈക്കോളജിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ അതിന്റെ ഫോക്കസിൽ വ്യത്യാസമുണ്ട്. സോഷ്യോളജി പ്രധാനമായും നോക്കുന്നത് വലിയ സാമൂഹിക ഘടനകൾ, സ്ഥാപനങ്ങൾ, സാമൂഹിക വർഗങ്ങൾ, മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ മാറ്റങ്ങൾ,
അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവരുടെ ഒരു യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒക്കെയാണ്. ഓക്കെ, സമൂഹം അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പുകൾ. അതെ. എന്നാൽ സൈക്കോളജി നോക്കുന്നത് പ്രധാനമായും വ്യക്തിയെയാണ്. അവരുടെ മാനസിക പ്രക്രിയകൾ, ചിന്ത, വികാരം, ഓർമ്മ, പേഴ്സണാലിറ്റി, മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഫോക്കസ്. യൂണിറ്റ് ഓഫ് അനാലിസിസ് വ്യക്തിയാണ്. അപ്പോൾ സാമൂഹിക മനഃശാസ്ത്രം എവിടെ ഫിറ്റാവും? സാമൂഹിക മനഃശാസ്ത്രം ഈ രണ്ടിനും ഇടയിലുള്ള ഒരു പാലം പോലെയാണ്. ഇത് പഠിക്കുന്നത് സാമൂഹിക പശ്ചാത്തലത്തിലുള്ള വ്യക്തിയെയാണ്, സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഇൻഡിവിജ്വൽ. അതായത് സാമൂഹിക സാഹചര്യങ്ങൾ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു, വ്യക്തി തിരിച്ച് സാമൂഹിക സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അതാണ് ഫോക്കസ്. വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം ഒക്കെയാണ് പ്രധാനം. പക്ഷെ എപ്പോഴും ആ ഒരു സാമൂഹിക സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട്. നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്ന പോലെ ഇതിലെ തന്നെ 2 പ്രധാന ധാരകളുണ്ട്. 2 ധാരകളോ? അതെ. ഒന്ന് സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി, PSP. ഇത് സൈക്കോളജിയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കും. വ്യക്തിയുടെ ഉള്ളിലുള്ള മാനസിക പ്രക്രിയകൾ, അതായത് കോഗ്നിഷൻ, ആറ്റിറ്റ്യൂഡ് ഒക്കെ സാമൂഹിക പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവർ കൂടുതൽ നോക്കുന്നത്. ഇവർ കൂടുതലും ഈ ലാബ് എക്സ്പെരിമെന്റുകളൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ. മറ്റേ ധാരയോ? അത് സോഷ്യോളജിയോടാണോ കൂടുതൽ അടുപ്പം? അതെ. രണ്ടാമത്തത് സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി, SSP. ഇത് സോഷ്യോളജിയോട് കൂടുതൽ അടുത്ത് നിൽക്കും. വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന വലിയ സാമൂഹിക ഘടകങ്ങൾ, ഇപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ്, റോള്, കൾച്ചറൽ നോംസ്, ഇതിനൊക്കെയാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവർ ചിലപ്പോൾ സർവേകള്, ഇന്റർവ്യൂകള് അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ പോലുള്ള രീതികളാവും കൂടുതൽ ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാമൂഹിക മനഃശാസ്ത്രം പല വിഷയങ്ങളിൽ നിന്നും കടമെടുക്കുന്നുണ്ട്. അതെ, അത് നേരത്തെ പറഞ്ഞിരുന്നു. അതെ. കോഗ്നിറ്റീവ് സൈക്കോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇതിൽ നിന്നൊക്കെയുള്ള ആശയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഇതിന്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട്. വളരെ ക്ലിയറായി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഈ സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് എന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്? നിങ്ങളുടെ ഈ സോഴ്സുകൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. നമുക്ക് പ്രധാന കണ്ടെത്തലുകളൊന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായിട്ട്, നിങ്ങളുടെ സോഴ്സുകളെല്ലാം അടിവരയിട്ട് പറയുന്നൊരു കാര്യം, സാമൂഹിക മനഃശാസ്ത്രം എന്നത് വ്യക്തിയും സാമൂഹിക ലോകവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചിട്ടയായ ശാസ്ത്രീയമായ പഠനമാണ് എന്നുള്ളതാണ്. ഇത് വെറും ഊഹങ്ങളോ കോമൺ സെൻസോ അല്ല, നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള അറിവാണ്. ശരിയാണ്. ആ ശാസ്ത്രീയ അടിത്തറ പ്രധാനം. രണ്ടാമതോ? രണ്ടാമതായി, നമ്മുടെ സാമൂഹിക ചിന്തകളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളെ ഇത് പരിഗണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സമ്മറിയിൽ പറയുന്ന പോലെ, മറ്റുള്ളവരുടെ പ്രവർത്തികൾ മാത്രമല്ല, അവരുടെ വെറും സാന്നിധ്യം പോലും നമ്മളെ സ്വാധീനിക്കും. പിന്നെ നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, ഓർമ്മകൾ പോലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, അതുപോലെ ചൂട്, ശബ്ദം, തിരക്ക് പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ. ഓ, അതും വരുമോ? അതെ. അതുപോലെ നമ്മൾ വളർന്നു വന്ന കൾച്ചർ, അതിന്റെ നിയമങ്ങൾ, എന്തിന് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് പോലും ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ സ്വാധീനിക്കുന്നു. ശരി, ഒരുപാട് ഘടകങ്ങൾ. ഇനി വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എന്താണ് ഓർത്തുവെക്കേണ്ടത്? അതാണ് മൂന്നാമത്തെ കാര്യം. വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാധീനമുണ്ട്. ഒരു 2-വേ സ്ട്രീറ്റാണത്. ഗ്രൂപ്പുകൾ വ്യക്തികളെ സ്വാധീനിക്കുന്നു, ഈ കൺഫോമിറ്റി, ഒബീഡിയൻസ്, ഗ്രൂപ്പ് നോംസ് ഒക്കെ വഴി. അതുപോലെ വ്യക്തികൾ ഗ്രൂപ്പുകളെയും സ്വാധീനിക്കുന്നു, ലീഡർഷിപ്പ്, പെർസ്വേഷൻ, ചിലപ്പോൾ ന്യൂനപക്ഷം പോലും ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാറുണ്ട്. ഈ ഒരു പരസ്പര സ്വാധീനം. ഓക്കെ. ഇനി ഗ്രൂപ്പുകൾ തമ്മിലുള്ള കാര്യങ്ങളോ? അതാണ് നാലാമത്തെ പോയിന്റ്. വ്യക്തി ഗ്രൂപ്പ് ബന്ധം എന്നിവ കൂടാതെ ഗ്രൂപ്പുകളെ തന്നെ ഒരു യൂണിറ്റായി കണ്ട് അവയുടെ പെരുമാറ്റം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അത് ചിലപ്പോൾ സഹകരണമാകാം, അല്ലെങ്കിൽ സംഘർഷം, മുൻവിധിയൊക്കെ ആവാം. ഇതിനെയും സാമൂഹിക മനഃശാസ്ത്രം പഠിക്കുന്നു. ശരി. അവസാനമായി മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം. അവസാനമായി 5-ാമത്തെ പോയിന്റ്,
സാമൂഹിക മനഃശാസ്ത്രം എന്നത് സൈക്കോളജിയെയും സോഷ്യോളജിയെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന കണ്ണിയാണ്. എങ്കിലും സാധാരണയായി അതിന്റെ പ്രധാന ഫോക്കസ് സാമൂഹിക പശ്ചാത്തലത്തിലുള്ള വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയ്ക്കാണ്. ഇത് നമ്മുടെ സാമൂഹിക ലോകത്തെ മനസ്സിലാക്കാൻ ഒരു യുണീക്ക് പെർസ്പെക്റ്റീവ് തരുന്നുണ്ട്. സാമൂഹിക മനഃശാസ്ത്രം എന്ന ഈ വലിയൊരു വിഷയത്തിന്റെ സാധ്യതകളും അതിന്റെ വ്യാപ്തിയുമൊക്കെ മനസ്സിലാക്കാൻ ഈയൊരു സംഭാഷണം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വിവരങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും, സംഭാഷണത്തെയും, തീരുമാനത്തെയുമൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളിതിലുണ്ട്. തീർച്ചയായും. ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ സോഴ്സുകളെല്ലാം പറയുന്നൊരു പ്രധാന കാര്യം നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും ഒക്കെ എത്രത്തോളം ഈ സാമൂഹിക സാഹചര്യങ്ങളാൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ സ്വാധീനിക്കപ്പെടുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ ഈ സാമൂഹിക പെരുമാറ്റങ്ങളിൽ, തീരുമാനങ്ങളിൽ ശരിക്കും എത്രത്തോളം ഫ്രീ വിൽ അഥവാ സ്വതന്ത്രമായ ഇച്ഛാശക്തിക്ക് സ്ഥാനമുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ ഇതെന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ശതമാനം നമ്മുടേതാണ്, എത്ര ശതമാനം നമ്മൾ ഭാഗമായ ഗ്രൂപ്പുകളുടേതാണ്, എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിൻ്റെതാണ്? ഇത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സാമൂഹിക മനഃശാസ്ത്രം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യവും. ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ഈ വിവരങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ചർച്ച സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു.